പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൊലപാതക സാധ്യതയെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കേസിലെ 2 പ്രതികളെ സിദ്ധാർത്ഥനെ മർദ്ദിച്ച മെൻസ് ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻ മുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികളായ രഹാൻ ബിനോയ്, ആകാശ് എന്നിവർ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് പോലീസിനോട് വിശദീകരിച്ചു. എനിക്ക് പിൻഭാഗത്ത് കാണുന്ന വെറ്റിനറി സർവകലാശാലയിലെ മെൻസ് ഹോസ്റ്റലിലും സമീപ പ്രദേശത്തെ 4 ഇടങ്ങളിലുമായാണ് സിദ്ധാർത്ഥിനെതിരെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ പീഡനം നടന്നത്. മെൻസ് ഹോസ്റ്റലിന് സമീപത്തെ ഈ കുന്നിൻ ചെരുവിലെത്തിച്ചായിരുന്നു അക്രമി സംഘം സിദ്ധാർത്ഥനെ ആദ്യമായി മർദ്ദിച്ചത്. പ്രതികളായ ഡാനിഷ്, രഹാൻ ബിനോയ്, അൽത്താഫ് എന്നിവർ ചേർന്നാണ് സിദ്ധാർത്ഥനെ ഇവിടെ എത്തിച്ചത്. കാശിനാഥൻ അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. തുടർന്ന് നടന്നത് കൊടും പീഡനം. തെളിവെടുപ്പിനിടയിൽ യാതൊരു കൂസലുമില്ലാതെ പ്രതികൾ ഇക്കാര്യങ്ങൾ വിവരിച്ചു. കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായുള്ള കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. കേസിലെ പ്രതിയായ SFI യൂണിറ്റ് സെക്രട്ടറി അമൻ ഈസാൻ താമസിച്ചിരുന്ന 21 നമ്പർ മുറിയിൽ നിന്നാണ് പോലീസ് ഗ്ലൂഗൺ കണ്ടെത്തിയത്. ഗ്ലൂഗണിന്റെ ഇലക്ട്രിക് കേബിൾ ഉപയോഗിച്ചായിരുന്നു സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത്. ആൾക്കൂട്ട വിചാരണയിൽ സിദ്ധാർത്ഥനെ അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ചതായുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് കൊലപാതക സാധ്യതയെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. മരണമല്ലാതെ മറ്റൊരു സാഹചര്യവും ഇല്ലാത്ത നിലയിലേക്ക് പ്രതികൾ കാര്യങ്ങൾ എത്തിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനും നന്ദുവിനുമൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, വയനാട്.